ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളിയായിട്ടൊരു ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിരിയാണിയുടെ അല്ല, ബിരിയാണി മസാല തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യമേ ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന, ഒരുപാട് മൂപ്പിച്ചെടുക്കാതെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി കട്ടിയായി പോകരുത്, അപ്പം ചിക്കൻ മൂത്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ അതിലും ഭേദം ഇതേ രീതിയിലൊന്ന് ചിക്കനിന് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. പിന്നെ ഇതിന് 35 പേർക്കുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലാണ് പാചകക്കാർ പറഞ്ഞു തന്ന ഒരു സൂത്രമാണ്. അപ്പോൾ ഞങ്ങൾ അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. അടിപൊളിയാണിത്. അപ്പോൾ ഇത് പറഞ്ഞു തന്ന ആൾ തന്നെയാണ് ഇത് വെക്കുന്നതും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് അവരോട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തന്ന ഇതെല്ലാം എന്തൊക്കെ വേണമെന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാസ്റ്റ്. അപ്പോൾ അത് വേണ്ടവർ, ഇത്രയൊക്കെ വെക്കേണ്ട 35 പേർക്കൊക്കെ ഉള്ള ബിരിയാണി വെക്കുന്നവർ അതൊന്ന് മനസ്സിലാക്കി വെച്ചൊന്ന് എഴുതി എടുത്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ചിക്കൻ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം മസാലകൾ എല്ലാവർക്കും ചെയ്യാൻ അറിയാമല്ലേ. ആ മസാലകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എരിവെല്ലാം അനുസരിച്ച് നിങ്ങൾ വെക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സൂത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബിരിയാണി വെക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇങ്ങനത്തെ സൂത്രങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ ബിരിയാണി ഇവിടെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ഈ ബിരിയാണിയുടെ മസാല നമ്മൾ എല്ലാം ചെയ്യുന്ന പോലെ, സാധാ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്ത്, ചിലർ അരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ഗ്രേറ്റ് ചെയ്തിടണം. ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അത് കുറച്ച്, ഒരുപാടൊന്നും കൂടിപ്പോയിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസ് ഒഴിക്കുക. ഒരുപാടൊന്നും ഓവറാകരുത്. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുവാണെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അറിയാവുന്നവരായിരിക്കും പലരും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ചെയ്ത്, ചില വീട്ടമ്മമാർക്കൊന്നും അറിയത്തില്ലായിരിക്കും, അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ബിരിയാണി അരി ചോറിലേക്ക് മാത്രമല്ല പൈനാപ്പിൾ ഇടേണ്ട, നമ്മുടെ മസാലയിലേക്കും പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപാട് കൂടി പോകരുതെന്ന് മാത്രം. അപ്പോൾ അതുപോലെ ആ സമയം കൊണ്ട് ചോറൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ പച്ചക്കറി ഇതൊക്കെ അരിയുന്നത് നമ്മുടെ സലാഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ വെള്ളത്തിലേക്ക് ഗ്രാമ്പോ, കട്ട, കറുവാപ്പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഫുള്ളും നമ്മളിട്ട് ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇവർ കുറച്ച് ഏലക്കയാണ് കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് അവർ പറഞ്ഞത്. അപ്പോൾ ചോറ് ഒരു 80% വേവാകുമ്പോൾ വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഇതേ രീതിയിൽ വേണം ചോറിരിക്കാം. അപ്പോൾ മസാല എല്ലാം അതിലുണ്ട്. ഇനി ഇത് ദമ്മ് ചെയ്യുന്നത്, ഇതിൻ്റെ ബിരിയാണി ദമ്മ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, അത്രയ്ക്ക് ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ദമ്മ് ചെയ്യുന്ന പാത്രം ഏതാണോ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്യാരറ്റ്, മല്ലിയില, പുതിനയില, പിന്നെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, പിന്നെ എസൻസ് ഇത് ഒഴിച്ച് കൊടുത്ത് ഒരു ലെയർ അവർ റെഡിയാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അതുപോലെ തന്നെ സവാള വറുത്തത് എല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയറും അതുപോലെ സെറ്റാക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് സെറ്റാക്കുന്നത്. പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്തതും മല്ലിയില, പുതിനയില, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇവർ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ എസൻസും ബിരിയാണി എസൻസും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇവർ ഒഴിച്ച് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. അപ്പം ബാക്കി ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇവരതിലേക്ക് മൈദാമാവ് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ആ ബിരിയാണിയുടെ മുകളിലായിട്ട് ഇതിൻ്റെ ചെമ്പിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ അടുപ്പ് വെച്ച് മൂടി അടുപ്പത്ത് വെച്ച് അടിപൊളി സെറ്റാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 35 പേർക്കുള്ള ബിരിയാണിയുടെ ലിസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ കാണാം.